ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹസ്രാര. സഹസ്രാരയിലെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് മന്ത്ലി പ്രഡിക്ഷൻ ആണ്. മന്ത്ലി പ്രഡിക്ഷനായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് എയർ സോഡിയക് സയൻസ്, അതായത് ജെമിനി, ലിബ്ര, അക്വേറിയസിൻ്റെ കളക്റ്റീവായിട്ടുള്ള മന്ത്ലി പ്രഡിക്ഷൻ ആണ് പറയുന്നത്. ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി റെസണേറ്റ് ആകാം, റെസണേറ്റ് ആകാതിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾസ്. സോ നിങ്ങളുടെ സോഡിയക് സൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. സോ ജെമിനി, ലിബ്ര, അക്വേറിയസ് കളക്റ്റീവായിട്ടുള്ള പ്രഡിക്ഷനാണ്. നമുക്ക് പ്രഡിക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് പറയുന്നത് ലവ് ഓർ മാരേജ് റിലേഷൻഷിപ്പിൻ്റെ പ്രഡിക്ഷനാണ്. അതിലേക്കായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം. സോ എയർ സോഡിയക് സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ്, നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് ഓർ മാരേജ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഡെത്ത് കാർഡാണ്. സോ ഡെത്ത് കാർഡ് കണ്ടിട്ട് പേടിക്കാൻ വറീഡാകേണ്ട കാര്യമൊന്നുമില്ല. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ ലൈഫ് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് സെപ്റ്റംബർ മന്തിൽ. അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ചില റിലേഷൻഷിപ്പുകൾ എൻഡ് ചെയ്യാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ടൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പേഴ്സണൽ റിലേഷൻഷിപ്പിൽ. സോ ട്രാൻസ്ഫോർമേഷനാണ് കാണുന്നത്. ഒന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതായിട്ട്, അല്ലെങ്കിൽ ലൈഫ് വേറൊരു തലത്തിലേക്ക് മാറുന്ന, കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന കപ്പിൾസ് ആണെങ്കിൽ അവർ വീണ്ടും യൂണിയനിലേക്കും ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ പോകുന്നവരാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് സെപ്പറേഷൻ ഓർ എൻഡിങ് ദ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനുള്ള ചാൻസസും കാണുന്നുണ്ട്. ഓക്കെ, ചിലരൊക്കെ വേറെ ചിലരുടെ കേസ് പറയുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതായിട്ടോ, അല്ലെങ്കിൽ ഫാമിലി പുതിയ വീട് വെച്ച് മാറുന്നതോ, അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എന്തുമാകാം. ചിലർ റിലേഷൻഷിപ്പിൽ തന്നെ മാറ്റം വരുത്തും. ചിലരാണെങ്കിൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫാമിലിയിൽ ചില മാറ്റങ്ങൾ വരാം. പുതിയ വീട് വെച്ച് മാറുന്നതാകാം, അല്ലെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് വീട് മാറുന്നതാകാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു എൻഡിങ്, എന്തോ ഒന്ന് അവസാനിക്കുന്നു, മറ്റൊരു ബിഗിനിങ്ങും കാണുന്നുണ്ട്. ഓക്കെ, ഒരു തുടക്കവും കാണുന്നുണ്ട്. എന്തോ ഒന്ന് കംപ്ലീറ്റ്ലി അവസാനിപ്പിച്ച് നിങ്ങൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ആക്ച്വലി ഡെത്ത് കാർഡിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതാണ്. അപ്പോൾ എയർ സോഡിയാക് സൈൻ നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ കാർഡ്. ഇനി നിങ്ങളുടെ ഫൈനാൻസ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ എയർ സോഡിയാക് സൈൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി വന്നിരിക്കുന്ന കാർഡ് സ്ട്രെങ്ത് കാർഡാണ്. സ്ട്രെങ്ത് കാർഡ് ആക്ച്വലി ഫൈനാൻഷ്യലി നിങ്ങളുടെ എക്സ്പെൻസ്, ചിലവ് വരവ് ഇതുപോലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് ഒരുപാട് ചിലവാവാതെ കൺട്രോൾ ചെയ്ത്, മെയിനായിട്ട് അതാണ് കാണുന്നത്. നിങ്ങളുടെ കൺട്രോൾ ചെയ്യുക, പിടിച്ച് വയ്ക്കുക, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, സോ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെ കൺട്രോൾഡായിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് സ്ട്രെങ്ത് കാർഡ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ കുറച്ച് ക്യാഷ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സൂക്ഷിച്ച് വളരെ കൺട്രോളായിട്ട് ചിലവാക്കണം, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സെൽഫ് കൺട്രോൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സോ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരുപാട് ചില ഇഷ്യൂസ് വരുമ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് അഗ്രസീവ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ചിലരോടൊക്കെ മണി റിലേറ്റഡ് മാറ്റേഴ്സിൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, വഴക്ക് കൂടേണ്ട സിറ്റുവേഷൻസ് വരും. സോ അത്തരം സിറ്റുവേഷൻസിൽ നിങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ചില എന്താ പറയുക, പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസിലേക്ക് വരുമ്പോൾ. ഓക്കെ, സോ അങ്ങനത്തെ അവസ്ഥയും കാണുന്നുണ്ട്. നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആങ്കറും നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്തുതന്നെയാണെങ്കിലും രണ്ടും നിങ്ങൾ മാനേജ് ചെയ്യുന്ന കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. മിക്കവരുടെയും കേസിൽ അവരുടെ ആങ്കറാണ് എനിക്ക് മോസ്റ്റ്ലി കാണുന്നത്, ദേഷ്യം. ഓക്കെ, സോ ആരോടെങ്കിലും ഫൈനാൻസിൻ്റെ കാര്യത്തിൽ, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആങ്കർ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, സംസാരിച്ച് അത് പരിഹരിക്കുക. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് സ്ട്രെങ്ത് കാർഡ് വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് കരിയറിൽ ഏത് കാർഡാണ് വന്നതെന്ന് നോക്കാം.
കരിയറിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കരിയറിൽ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ വർക്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വളരെ എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. അതിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾ ഭയങ്കര ഡെഡിക്കേഷനോടെ അത് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സെപ്റ്റംബർ മന്ത്. ഓക്കെ, സോ സെപ്റ്റംബർ മന്ത് കരിയർ വൈസ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കരിയർ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യുന്നതായിട്ട്, അവിടെ നിങ്ങൾ നിങ്ങളുടെ ഡെഡിക്കേഷൻ മൊത്തം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല പോസിറ്റീവായിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് മെയിനായിട്ടും കരിയറിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ കരിയറിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്നത്, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ്. അവിടെ നിങ്ങളുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഗ്രോത്താണ് ആക്ച്വലി എനിക്ക് കരിയറിൽ മോസ്റ്റ്ലി കാണാൻ സാധിക്കുന്നത്. ഇതുവരെയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് ഗ്രോത്താണ് കാണുന്നത്. ചിലർക്കൊക്കെ നല്ല ഹൈ പൊസിഷൻ, ഒരു പവർ, സ്ഥാനമാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റു ചിലരാണെങ്കിൽ അവരുടെ കരിയറിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, സോ പുതിയൊരു ജോബ് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് ചിലർക്കൊക്കെ. അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പുതിയൊരു ജോബ്, പൊസിഷൻ, പവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്താനുള്ള ചാൻസസ് ഈ ഒരു സെപ്റ്റംബർ മന്തിൽ കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഡെഡിക്കേഷൻ 100% ആയിട്ട് എനിക്ക് നിങ്ങളുടെ കരിയറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നിങ്ങളുടെ ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം. ഹെൽത്ത് വൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് 9 ഓഫ് വൺസ് ആണ്. സോ എയർ സോഡിയാക് സൈൻ, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡാണിത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരിക്കാം. സോ നിങ്ങൾക്ക് ഒരുപാട് കരുതലോടെ ഇരിക്കേണ്ട ഒരു പീരീഡ് കൂടെയാണ് ആക്ച്വലി. അസുഖം കൂടാതെ, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ അത് കൂടാൻ ഉള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, സോ അത് കൂടാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ലൈഫിലൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഹെൽത്തിൽ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഫൈറ്റ് ചെയ്ത് വന്ന വ്യക്തിയായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം ഒരു പേടിയുണ്ട്, നിങ്ങളുടെ ആരോഗ്യം വീണ്ടും വൾനറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പോകേണ്ടി വരുമോ എന്നുള്ള പേടിയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചിലർക്കൊക്കെ നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പറഞ്ഞല്ലോ, പലരും പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ലൈഫ് മാറുന്നുണ്ട്. പിന്നെ കരിയറിൽ ഫോക്കസ്ഡ് ആകുന്ന കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. സോ അതുകൊണ്ട് കൂടെ ആയിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് കെയർ ചെയ്യേണ്ട ടൈമാണ്, ഒരുപാട് ശ്രദ്ധിക്കേണ്ട ടൈമാണ് ഹെൽത്ത് വൈസ്. ഓക്കെ, സോ ഹെൽത്തിൻ്റെ കേസിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ എയർ സോഡിയാക് സൈൻ നിങ്ങളുടെ സെപ്റ്റംബർ മന്തിലെ പ്രെഡിക്ഷൻസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക് യു.